സുഖല്ലേ? പാട്ട് കണ്ടാൽ മതിയോ? പാട്ട് കണ്ടേ? അങ്ങനെ ഫിഷെല്ലാം വാങ്ങി നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ ഒറ്റ മൈൻഡിൽ നമുക്ക് സുമതി വളവിൽ പോവാന്ന് എച്ചിക്ക് പറഞ്ഞു. പിന്നെ എനിക്കിങ്ങനെ പുറത്തു വന്നൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എതിരൊന്നും ഞാൻ പറയാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ സുമതി വളവിലേക്ക് വിട്ടു. സുമതി വളവിൽ എത്തുമ്പോഴത്തേക്ക് നല്ല വെളിച്ചായേ. എൻ്റെ മക്കളെ, ബഹ്റൈനിലുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ സുമതി വളവ് ഒന്ന് നോക്കണം. കാരണം അത്രക്ക് ഭംഗിയുള്ളതും അത്രക്ക് പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാട്ടോ ഇത്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ വയൽ പോലത്തെ ഒരു സ്ഥലം കൂടി ഉണ്ട്. അവിടെ കുറേ പട്ടികൾ ഉണ്ടായിരുന്നേ. ഈ പട്ടികളുണ്ടല്ലോ, ഞങ്ങൾ കണ്ടപ്പോൾ ഇങ്ങനെ ഞങ്ങളെ പേടിപ്പിക്കുന്ന രീതിയിൽ അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ സുമതി വളവിലേക്ക് തന്നെ വന്നു. ഈ മരങ്ങളൊക്കെ പൊട്ടി ഒരു സ്കേറി തീമിലായിരുന്നു ഈ സുമതി വളവ് സെറ്റ് ചെയ്തത്. എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് വന്ന് നോക്കേണ്ട ഒരു സ്ഥലമാണ്. ഞങ്ങൾ കുറേ നേരം ആ റോഡിലൂടെ ഇങ്ങനെ പോയിട്ടോ, എന്തോ ഒരു രോമാഞ്ചം അടിക്കുന്നുണ്ടായിരുന്നു ഈ റോഡിലൂടെ പോകുമ്പോൾ. രാത്രിയൊക്കെ ഇങ്ങനെ വണ്ടിയിലൂടെ ഗ്ലാസ്സൊക്കെ അടിച്ച് ഒരു പാട്ടൊക്കെ വെച്ച്, പാട്ടെന്ന് പറയുമ്പം DJ ഒന്നും വെക്കരുത്, ഒരു എന്താ പറയുക, ഒരു പേടിപ്പെടുത്തുന്ന പാട്ടൊക്കെ വെച്ച് പോയാൽ നല്ല രസമുണ്ടാവില്ലേ. പിന്നെ ഞങ്ങളൊരു അടിപൊളി സൺസെറ്റും കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ വണ്ടി ഓടിച്ച് നേരെ നമ്മൾ ഹോഴ്സ് റൈഡിങ് കാണാൻ പോയി. ഹോഴ്സ് റൈഡിങ് 6 മണിക്ക് തുടങ്ങാം. ഞങ്ങൾ 5:30 തന്നെ എത്തി. പക്ഷെ അവിടെ ഒറ്റൊരു കുതിരയുള്ളൂ. ആ കുതിരയാണെങ്കിൽ ഞങ്ങളെ കണ്ടപ്പോൾ എന്തൊക്കെയാണ് കളിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയാം. കുതിര വിചാരിച്ചു ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ വന്നത്, പക്ഷെ ഞങ്ങൾ വിചാരിച്ചു കുതിര കുത്താൻ വന്നതാണ്. അതുകൊണ്ട് ഞാനും ഉമ്മയും ബാബയും അമ്മയും എല്ലാവരും ഓടി. പക്ഷേ എച്ചിക്ക് മാത്രം ധൈര്യം സംഭരിച്ച് അവിടെ നിന്നു. കുതിരയിലൂടെയുള്ള മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഈ കുതിരേനെ കണ്ടതും സുമതി വളവ് കണ്ടതിൻ്റെ ഒക്കെ സന്തോഷമായിട്ടോ ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ റിലാക്സോടെ മതി, ഇനി എന്തായാലും കിടന്നങ്ങനെ നന്നായിട്ട് ഉറങ്ങണം. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഉറങ്ങാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇതാട്ടോ റിഫാൻ്റെ അവന്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റിലാക്സ് ഹോട്ടലിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലുള്ള ഇങ്ങനത്തെ വ്യൂ ഒക്കെ ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്യും. ഇപ്പം എൻ്റെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിലും ആവശ്യമില്ലാത്തതിലും കുറേ സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വരുന്ന വഴി രാജാവിൻ്റെ വീടൊക്കെ കണ്ട് ഞങ്ങൾ റിലാക്സിലെത്തിയിട്ടുണ്ടായിരുന്നു. റിലാക്സിന്ന് എച്ചയൊക്കെ ഇടയിലെയും ഞാനും ബാബിയമ്മയും ഉമ്മയും നെയ്റോസ്റ്റും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി നല്ല സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങി. അടുത്ത വ്ളോഗിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് അതിഥികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബൈ.